ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പനിയും ചുമയും ഒക്കെ ആകെ എല്ലാവരും പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇന്നാണ് എല്ലാവരും ഒന്ന് ഉഷാറിലെത്തിയത്. അപ്പം ഞങ്ങൾ ഓർത്തു എങ്ങോട്ടില്ല ഒരു കുഞ്ഞു യാത്ര പോയേക്കാവുന്ന. നമ്മുടെ വീട്ടിൽ നിന്ന് വളരെ അടുത്തുള്ള വേലുത്തമ്പി ദളവ സ്മാരക മ്യൂസിയത്തിലേക്കായിരുന്നു ഞങ്ങൾ ഇന്നത്തെ യാത്ര. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങള് ഇന്നുള്ളത് വേലുത്തമ്പി ദളവ മ്യൂസിയത്തില മണ്ണടിയില്. അതിനകത്തുനിന്ന് നമ്മള് തിരിഞ്ഞു വരുന്ന ഒരു സ്ഥലമാണ് മണ്ണടി എന്ന് പറയുന്നത്. ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു മണ്ണാണ് കേട്ടോ ഈ മണ്ണടി. ഈ വേലുത്തമ്പി ദളവയുടെ സ്മാരകം മാത്രമല്ല, ഇവിടെ ഒരു ദേവീ ക്ഷേത്രമുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ദേവീ ക്ഷേത്രമാണ്. അപ്പം ഒരുപാട് ചരിത്രങ്ങളുള്ള ഈ മണ്ണിൽ ഞങ്ങൾ വെറുതെ ഒരു ടൈം പാസ് പോലെ വന്നതാണ്. നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ. നല്ല മാവും ഒരുപാട് തണലും കണ്ടോ. നല്ല ചെറിയ ഏരിയ, പക്ഷെ വളരെ ഗംഭീരമായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. അവിടെ വേലുത്തമ്പി ദളവയുടെ ഒരു സ്മാരക പ്രതിമ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. അത് കുറെ മ്യൂസിയം ആയതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വേലുത്തമ്പി ദളവയുടെ ബിലോങ്ങിങ്സ് ആയിട്ടൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഒത്തിരി അദ്ദേഹത്തിന്റെ കാര്യങ്ങളുണ്ട്. സാധാരണഗതിയിലെ ഏതൊരു മ്യൂസിയവും ആ കാലത്തെ പ്രതിനിധീകരിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും കൊട്ടാരങ്ങളോ കെട്ടിടങ്ങളിലോ ഒക്കെ ആയിരിക്കും അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഒരു പുതിയ കെട്ടിടം പണിത് അതിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം റിലേറ്റ് ചെയ്ത ഒരുപാട് കഥകൾ ഇവിടുത്തെ ഗൈഡ് ലക്ഷ്മി നമുക്ക് പറഞ്ഞു തരും. അപ്പൊ ലക്ഷ്മി ഉള്ളത് ഭയങ്കര ആശ്വാസമാണ്. കാരണം ലക്ഷ്മി ഉള്ള സമയത്താണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ ലക്ഷ്മി പറഞ്ഞു തരും. അതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വളരെ കാമായിട്ടുള്ള സ്ഥലമാണ്, വളരെ സമാധാനമുള്ള സ്ഥലമാണ്, വലിയ തിരക്കൊന്നുമില്ല. ഒരു ഗ്രാമപ്രദേശം, നല്ല ഗ്രാമപ്രദേശം, ഒരുപാട് നല്ല മനുഷ്യരൊക്കെയുള്ള നല്ലൊരു ഗ്രാമപ്രദേശമാണ്. അതെ. അപ്പൊ അവിടെ അതിന്റെ ഒരു സമാധാനമുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഈവനിങ് ഒക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഈവനിങ് മോർണിംഗ് ടൈമും നല്ലതാണ്. ഞങ്ങളിപ്പോ നട്ടുച്ച നേരത്താണ് നിൽക്കുന്നത്. അതെ. എന്നിട്ട് തന്നെ വെയിൽ നിങ്ങൾക്ക് ബാക്കി കാണാൻ പറ്റുന്നുണ്ട്. പിള്ളേർ അവിടെ ഓടി കളിക്കുന്നൊക്കെ കാണാം. പക്ഷെ ഇവിടെ ഈ മാവുള്ളത് കൊണ്ട് ഭയങ്കര തണലാണ്, ഭയങ്കര രസമാണ് ഇവിടെ വന്നിരിക്കാൻ. അദ്ദേഹത്തിന്റെ ജനന സ്ഥലം കന്യാകുമാരിയാണ്, തമ്പിക്കുളം, അങ്ങനെ എന്തോ ആ സ്ഥലപ്പേര്. അങ്ങനെ കണ്ട കൃത്യമായിട്ട് അറിയത്തില്ല, അത് പറഞ്ഞതേ ഉള്ളല്ലേ. എന്തിലായിക്കോട്ടെ. അപ്പൊ അവിടെയായിരുന്നു അദ്ദേഹം ജനിച്ചത്, വളർന്നതും എല്ലാം. അപ്പൊ ചെറിയ പ്രായത്തിലെ അസാമാന്യമായ ഒരു കഴിവുകളൊക്കെ ഉള്ള ഒരു ബാലനായിരുന്നു അദ്ദേഹം. നമ്മുടെ തിരുവിതാംകൂർ രാജാവിന്റെ പക്കൽ വന്ന് ഈ ദളവ എന്നുള്ള ഒരു പൊസിഷൻ നേടിയെടുത്ത ആളാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കളക്ടറിന്റെ പൊസിഷൻ ആണത്. അല്ല, പ്രധാനമന്ത്രി. ദളവ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ആ ഒരു റാങ്കിങ്ങിൽ വരുന്ന ഒരു അദ്ദേഹം പിന്നെ ആ സ്ഥാനത്ത് നിന്ന് സ്വയമേ ഒഴിയുമായിരുന്നു. അതായത് ചില എന്താ പറയുക, കുറെ പൊളിറ്റിക്കൽ പ്ലേ അതിന്റെ അകത്തുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വരണം. ചെറിയ പ്രായത്തിൽ തന്നെ അസാമാന്യ ബുദ്ധിശക്തിയും അതുപോലെ തന്നെ ആയോധന കലകളിലുള്ള പ്രാവീണ്യമൊക്കെ നേടിയ ഒരാളായിരുന്നു വേലുത്തമ്പി. അദ്ദേഹത്തിന്റെ ആ പ്രാവീണ്യം കൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ ആ നാട്ടിലെ നേതാവായിട്ടാണ് അദ്ദേഹത്തിനെ കണക്കാക്കിയിരുന്നത്. തിരുവിതാംകൂർ രാജാവിന്റെ നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണപ്പെട്ടി കണ്ടെടുക്കാൻ സഹായിച്ചതോടുകൂടിയാണ് വേലുത്തമ്പിയുടെ പേരും പ്രശസ്തിയും ഈ നാട്ടിൽ വ്യാപിച്ചത്. സ്വന്തം കഴിവ് കൊണ്ടും കഠിന പരിശ്രമം കൊണ്ടും തിരുവിതാംകൂർ രാജാവിന്റെ ദളവ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് വന്നയാളായിരുന്നു വേലുത്തമ്പി ദളവ. ഇവിടെയൊക്കെ നല്ല തണലാട്ടോ. ഈ വഴി കൂടെ ഒക്കെ നടക്കാൻ നല്ല സുഖമാണ്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അല്ലേ. നല്ല തണുപ്പും നല്ല തണലും, പിന്നെ നല്ല ക്ലീൻ ആട്ടോ. തറയൊക്കെ നല്ല ടൈലൊക്കെ ഇട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കുക. ഞങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് ഇത്ര മെയിൻറ്റെയിൻ തന്നായിരുന്നു. അതെ. ഇപ്പൊ ഏതായാലും നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇല്ലേ. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടോ? മോനെ? മോക്ക് ഇഷ്ടപ്പെട്ടോ? മോന് ഇഷ്ടപ്പെട്ടോ? ഹലോ. അപ്പോൾ ഇതാ ലക്ഷ്മി, നമ്മുടെ ഇവിടുത്തെ ഒഫീഷ്യൽ ഗൈഡാണ് കേട്ടോ. ലക്ഷ്മി ഇവിടെ ഉള്ള സമയത്ത് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് നല്ല ഭാഗ്യമോ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ ഇതാ അല്ലേ നമ്മുടെ ഇവിടെ വെച്ചാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്യുന്നത്. തന്റെ അനിയനോട് തന്നെ കൊല്ലാൻ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം ചെയ്യാതെ
അപ്പം തൻ്റെ കയ്യിലിരുന്ന കത്തി നെഞ്ചത്തേക്ക് കുത്തി ഇറക്കി അദ്ദേഹം മരിച്ച സ്ഥലമാണ് ഇത്. ചേന്ദമംഗലം മന നിന്നിരുന്നൊരു സ്ഥലമായിരുന്നു, അതായത് ബ്രാഹ്മിൻസിൻ്റെ മഠമായിരുന്നു. ഈ മഠത്തിലെ നിലവറയിൽ ഒരു വെച്ചാരാധന ഉണ്ടായിരുന്നു. ഒരു ദേവിയുടെ വിഗ്രഹമാണെന്നാണ് പറയപ്പെടുന്നത്. ആ ദേവിയുടെ വിഗ്രഹത്തിൽ അവിടെ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. പിന്നീട് നമ്മൾ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. അതോ അതെന്തുവാ അപ്പം? അത് ബ്രാഹ്മിൻസിന്റെ വെച്ചാരാധന. ശരി. അദ്ദേഹം ദളവയായി ചുമതലയേറ്റിരുന്ന കാലത്ത് മഹാരാജാവിൻ്റെയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെയും ചില ചെയ്തികളോട് അദ്ദേഹത്തിന് നീരസം തോന്നി. അത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന അദ്ദേഹം അതിനെ നഖശിതാന്തം എതിർത്തു. ഇതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ദളവ എന്നുള്ള സ്ഥാനം നഷ്ടമാവുകയും ഒപ്പം രാജ്യദ്രോഹിയായി മുദ്ര കുത്തപ്പെടുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് പല സ്ഥലങ്ങളിലും ഒളിച്ചുള്ള താമസമായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെയാണ് മണ്ണടിയിലും വന്നത്. മണ്ണടി ദേവി ക്ഷേത്രത്തിൽ അദ്ദേഹം വന്നിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. മുമ്പ് ഈ സ്ഥലത്ത് ഒരു ബ്രാഹ്മണ മഠമുണ്ടായിരുന്നു. അവർ വെച്ച് ആരാധിച്ചിരുന്ന ഒരു ദേവിയുടെ ചെറിയൊരു അമ്പലത്തിന്റെ ഉള്ളിൽ വെച്ചാണ് അദ്ദേഹം സ്വന്തമായി കുത്തി മരിക്കുന്നത്. അദ്ദേഹത്തിന് ചെറിയൊരു ശബ്ദമുണ്ടായിരുന്നു, ഒരിക്കലും ബ്രിട്ടീഷുകാർ തന്നെ ജീവനോടെ പിടിക്കില്ല എന്നുള്ളത്. ഭംഗിയുള്ള നല്ല തണലുള്ള സ്ഥലമാട്ടോ. ചുറ്റുവട്ടത്തും വെയിലാണ്, പക്ഷേ നിറച്ചും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വെയിലും ചൂടും ഒന്നുമില്ല. എപ്പോഴും നല്ല കാറ്റും ഉള്ള ഒരു ഏരിയ ആണ് ഇവിടെ. കേരളത്തിലെ ആദ്യത്തെ സഞ്ചരിക്കുന്ന കോടതിയും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ചന്തയും എല്ലാം അദ്ദേഹത്തിന്റെ സ്വന്തം പ്ലാനുകളായിരുന്നു. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിച്ച് വീരമൃത്യു വരിച്ച ഒരു വലിയ മഹാനായിരുന്നു വേലുത്തമ്പി ദളവ. ഈ വേലുത്തമ്പി ദളവായ മ്യൂസിയത്തിലൊക്കെ വരണം. കാരണം ഇവിടെ നല്ല വിശ്വാസങ്ങളും എല്ലാം നമുക്ക് ഇതിൽ താല്പര്യമുള്ള. അതെ സത്യമാണ്. ഒരുപാട് വിശ്വാസങ്ങളും ഒരുപാട് ചരിത്രങ്ങളും ഉള്ള ഈ സ്ഥലം ആരും മിസ് ചെയ്യരുത്. അപ്പൊ ഞങ്ങളുടെ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ അപ്പൊ ഞങ്ങളെ ഇനി പുതിയ വീഡിയോ വീണ്ടും വരും. ടാറ്റാ.